നിങ്ങൾ കുടങ്ങൽ എന്ന ചെടിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജു സാനു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആയുർവേദത്തിൽ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണ് കുടങ്ങൽ. സയന്റിഫിക് നെയിം സെന്റല്ല ഏഷ്യാറ്റിക്ക എന്നാണ്. സാൻസ്ക്രിറ്റിൽ മണ്ടൂകവർണി എന്നും മലയാളത്തിൽ മുത്തിൽ അല്ലെങ്കിൽ കുടങ്ങൽ എന്നും അറിയപ്പെടുന്നു. ബ്രഹ്മിയുടെ ഒട്ടുമിക്ക സവിശേഷതകളും ഉള്ളതുകൊണ്ട് തന്നെ കരബ്രഹ്മി എന്നൊരു പേരും കൂടി കുടങ്ങലിനുണ്ട്. കഷായ തിക്ത മധുര രസത്തോടു കൂടിയ ഈ കുടങ്ങൽ പിത്തദോഷത്തെ ശമിപ്പിക്കാനും സഹായകമാകുന്നു. ചർമ്മരോഗങ്ങൾക്കായിട്ടുള്ള മരുന്നുകൾ മുതൽ ധാതുപുഷ്ടിക്കും യൗവനം നിലനിർത്താനുമുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ വരെ ആയുർവേദത്തില് പാരമ്പര്യമായിട്ട് കുടങ്ങൽ ഉപയോഗിച്ചു വരുന്നു. മുത്തലിന്റെ ഇലയും തണ്ടും പണ്ട് കാലം മുതൽ തന്നെ വെള്ളം തിളപ്പിക്കാനും മോര് കാച്ചാനും ചമ്മന്തി അരയ്ക്കാനും ചട്നി ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചു വരുന്നു. മുത്തളിന്റെ ഇലയും തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്ത് ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. ഇതിൽ കുറച്ച് വെള്ളവും ചേർത്ത് കടുക് വറുത്താൽ ചട്നിയായിട്ടും ഉപയോഗിക്കാം. നല്ല രീതിയിലുള്ള ഉറക്കം പ്രദാനം ചെയ്യാൻ ഈ കുടങ്ങൽ സഹായിക്കുന്നു. കൂടാതെ ചർമ്മരോഗം, കുഷ്ഠം, മൂത്രാശയ രോഗങ്ങൾ, വാതരോഗങ്ങൾ പോലുള്ള അവസ്ഥകളിലും വളരെയധികം ഫലപ്രദമാണ്. ആയുർവേദത്തിൽ മണ്ടൂകവർണി ഒരു മേധി രസായനമായിട്ടാണ് അറിയപ്പെടുന്നത്. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ഇത് സഹായകമാവുന്നു. ബ്രഹ്മീഘൃതം, ബ്രഹ്മി തൈലം, സാരസ്വത ഘൃതം പോലുള്ള ആയുർവേദിക് ഫോർമുലേഷൻസിലെ ഒരു ഇൻഗ്രീഡിയന്റും കൂടിയാണ് ഈ കുടങ്ങൽ. ഇതുപോലുള്ള ആയുർവേദിക് ടിപ്സും അറിവുകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.